നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛാ, അശ്വിനോട് നേരിട്ട് മുഖത്ത് നോക്കി വിവാഹത്തിന് സമ്മതമില്ലെന്ന് പറഞ്ഞറിഞ്ഞല്ലോ ഈ കുട്ടി. നിന്റെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് മാറി നിന്ന് തന്നിഷ്ടം കാണിക്കുന്നതേ എനിക്കൊട്ടും ഇഷ്ടമല്ല. നിന്നെ പ്രീതിപ്പെടുത്താൻ നിനക്ക് സേവ ചെയ്യുന്നതായി കാണിച്ച് മറ്റൊരു വശത്ത് ഇത്രയും നല്ലൊരു ബന്ധം വേണ്ടാന്ന് വെക്കാൻ ഋതുമോൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ശ്ശോ. ചേച്ചി, ചേച്ചിയോട് വലിയച്ഛനുള്ള ദേഷ്യമൊക്കെ കുറച്ചായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതിന്റെ സന്തോഷത്തിന് ചേച്ചി എന്നാ എനിക്ക് രാജുചേട്ടന് ട്രീറ്റ് തരുന്നേ. ഇന്ന് തന്നെ ട്രീറ്റ് തരാമേ? സത്യാണോ? അതെ, അച്ഛനുള്ള ടാബ്ലറ്റ്സ് കൊടുത്തിട്ട് നമുക്ക് പുറത്തു പോവാം. അപ്പൊ ഇഷ്ടമുള്ളത് എന്തൊക്കെയാന്ന് വെച്ചാ വാങ്ങിച്ചോ. രാജുവിന് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ. ഋതിക മാഡം, എനിക്ക് മാഡം എന്തെങ്കിലും വാങ്ങി തരണം എന്നൊന്നുമില്ല. മാഡം എന്നോട് വഴക്ക് കൂടാതെ എന്നോട് പിണങ്ങാതിരുന്നാ മതി. അതെന്നെ എനിക്ക് സന്തോഷം. അതിനെക്കുറിച്ച് ഞാനൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കട്ടെ കേട്ടോ. അച്ഛാ, വർമ്മസറെ, മിണ്ടരുത്. നീ മിണ്ടരുത് രാജു. അച്ഛൻ നിന്റെ ഈ ഋതിക മേഡം എന്താ ചെയ്തെന്നറിയോ? വർമ്മസറെ, എന്താ ഋതിക മാഡം ചെയ്ത തെറ്റ്? ഇവള് ജനിച്ചത് തന്നെ എന്റെ മനസ്സമാനം കളയാനല്ലേ? ജന്മം നൽകിയ അച്ഛനും സ്വന്തം കുടുംബത്തിനും ദുഷ്പേരുണ്ടാക്കാനായി ജീവിക്കുന്ന അസുര വിത്തവള്. ഇവളെ വിശ്വസിച്ച് ഒരു കുടുംബത്തിന് ഞാൻ കൊടുത്ത വാക്കാ ഇവള് കളഞ്ഞു കുടിച്ചിരിക്കുന്നത്. എങ്ങനെങ്കിലും ഈ നാശത്തിന് ഇവിടുന്ന് പറഞ്ഞുവിടാൻ നോക്കുമ്പോ എന്നെ വിട്ട് ഈ ബാധ ഒഴിയില്ലെന്ന് വെച്ചാ? ഒരു വിവാഹം കഴിപ്പിച്ച് ഈ വീട്ടിൽ നിന്ന് ഇവളെ പറഞ്ഞുവിട്ടാ പിന്നെ സമാധാനമായിട്ട് ജീവിക്കാമെന്ന് ഞാൻ കരുതി. പക്ഷെ ഇവൾ ആ വിവാഹം വേണ്ടെന്ന് ചെക്കനോട് പോയി പറഞ്ഞിരിക്കുന്നു. അശ്വിനോട് ഇവള് അപമര്യാദയെ സംസാരിച്ചു. വർമ്മസറെ, ഞാനൊന്ന് പറയട്ടെ. നിന്റെ വിശദീകരണം ഞാൻ ചോദിച്ചില്ല. നീ ഈ വീഡിയോ ഉണ്ടോ? ദേ നോക്ക്. എന്താ രാജു, നിന്റെ നാവിറങ്ങിപ്പോയോ? ഞാൻ തീരുമാനിച്ച വിവാഹം വേണ്ടെന്ന് പറയാൻ ഇവളാരാ? അശ്വിന്റെ മാതാപിതാക്കൾ എന്റെ സുഹൃത്തുക്കളാണെന്ന് അറിഞ്ഞിട്ടും ഉടനെ തന്നെ വിവാഹ തീയതി നിശ്ചയിക്കുമെന്ന് അറിഞ്ഞിട്ടും ഇവിടെ അശ്വിനോട് വിവാഹം വേണ്ടെന്ന് പറയാൻ ധൈര്യം കാണിച്ചു. മിണ്ടിപ്പോകരുത് നീ. നിന്റെ അമ്മയെ പോലെ തന്നെ എല്ലാ അടവുകളും പഠിച്ചോളാം നീ എന്ന് എനിക്കറിയാം. എന്നെ അച്ഛാന്ന് വിളിക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല. ഒരു കാര്യം നീ മനസ്സിലാക്കിയോ, നിന്നെ ഒരു മകളായി ഞാൻ കാണുന്നില്ല. ഇങ്ങനെ ഒരു മകൾ എനിക്കില്ലെന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം. എന്റെ സ്വസ്ഥത നശിപ്പിക്കാതെ നിനക്ക് ഇവിടുന്ന് പൊയ്ക്കൂടെ? ഇവളീ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദിവസത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്.
എന്നിട്ട് വേണം എനിക്കൊന്ന് സമാധാനമായിട്ടിരിക്കാൻ. ഈ വിവാഹം മുടക്കി എന്റെ ജീവിതത്തിൽ തന്നെ തുടർന്ന് ഇറിറ്റേറ്റ് ചെയ്തിരിക്കാനാണോ നിന്റെ ഭാവം? വർമ്മ സാറേ, എനിക്ക് സംസാരിക്കുന്ന ഒരു അവസരം എന്താ? നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് എനിക്ക് അറിയാം രാജു. ഋതിക മാഡം എന്ന് പറഞ്ഞ് ഇവിടെ തലയിൽ കയറ്റി വെച്ച് നടത്തി വഷളാക്കുന്നത് നീയാ. നീ വിചാരിക്കുന്ന പോലെ കൊച്ചുകുട്ടികളുടെ മനസ്സൊന്നല്ല അവൾക്ക്. ഇവിടെ മനസ്സ് നിറച്ച് വിഷമാ. ഞാനൊന്ന് ആശുപത്രിയിലായപ്പോ എന്നെ പരിപാലിക്കുന്നതായി നടിച്ച് എന്റെ മനസ്സ് മാറ്റാന്ന് ഇവള് കരുതിയെങ്കിൽ ഇവൾക്ക് തെറ്റി. ഈ വിവാഹം പോയ മറ്റൊരു വിവാഹം, ഈ ചെക്കൻ പോയ മറ്റൊരു ചെക്കൻ. ഞാൻ മനസ്സിൽ വിചാരിച്ച ദിവസം വിചാരിച്ച സമയത്ത് തന്നെ ഈ വിവാഹം നടത്തും, നടത്തിയിരിക്കും. വർമ്മ സാർ, ഇങ്ങനെ ഒരു മകൾ എനിക്കില്ലെന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം. എന്റെ സ്വസ്ഥത നശിപ്പിക്കാതെ നിനക്ക് ഇവിടുന്ന് പൊയ്ക്കൂടെ? ഇവളീ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. പ്രതാപ, ടാബ്ലറ്റ്സ് കഴിക്കാനുള്ള സമയമായി. ഞാൻ എടുത്തോണ്ട് വരട്ടെ? ഏയ്, എനിക്ക് വേണ്ട ചേച്ചി. അവൾക്ക് എങ്ങനെ ധൈര്യം വന്നു ചേച്ചി അശ്വിനോട് അങ്ങനെയൊക്കെ പറയാൻ? അവള് കാണിച്ചു കൂട്ടിയതൊക്കെ ഇപ്പോ ശ്രീകലയും പരമേശ്വരനൊക്കെ അറിഞ്ഞു കാണും. അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടായി കാണും. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്താ കാര്യം പ്രതാപ? മുഖത്ത് നോക്കി അശ്വിനോട് ഋതിക കാര്യം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവർക്ക് ഈ ബന്ധത്തിനോട് താല്പര്യം കാണില്ല. തീർച്ചയായും അവര് മറ്റൊരു ബന്ധത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവും. അശ്വിന്റെ ലീവ് കഴിയുന്നതിന് മുൻപ് വിവാഹം നടത്തണമെന്നല്ലേ അവരുടെ ആഗ്രഹം. ഈ വിവാഹത്തിന് നമുക്ക് യോഗമില്ലെന്ന് കരുതി ആശ്വസിക്കാം. അല്ലാതെ എന്തു ചെയ്യാനാ? എല്ലാം വിധി. എന്തുണ്ടെങ്കിലും മടി കാണിക്കാതെ എന്നോട് തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ ശ്രീകലയ്ക്കും പരമേശ്വരനും നൽകിയിട്ടുള്ളതാ. എന്നിട്ടും ഇതുവരെ അവരെന്നെ ഒരു കോള് പോലും ചെയ്തിട്ടില്ല. അശ്വിൻ അവരോട് ഇതൊക്കെ പറഞ്ഞു കാണൂ. പറഞ്ഞെങ്കിൽ അവരത് എങ്ങനെ റിസീവ് ചെയ്യാ? എനിക്കതറിയണം. പ്രതാപ, അവരിങ്ങോട്ട് ഫോൺ ചെയ്യാത്ത സ്ഥിതിക്ക് അങ്ങോട്ട് വിളിച്ച് നമ്മുടെ വില കളയേണ്ട കാര്യമുണ്ടോ? അതങ്ങനല്ലേ ചേച്ചി. അവരോടൊന്ന് സംസാരിക്കുന്നതാ അതിന്റെ ഒരു മര്യാദ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.